ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിനെ നിരന്തരം അഭ്യാസം കൊണ്ട് മെരുക്കിയെടുത്താൽ മാത്രമേ അത് സ്വാധീനമാവുകയുള്ളൂ. ഒരു വണ്ടിയിൽ കെട്ടുന്ന കാളയെ നിത്യേന അഭ്യസിപ്പിച്ചാൽ മാത്രമേ ആ കാളയ്ക്ക് ആ വണ്ടി ലക്ഷ്യത്തിൽ വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആദ്യം അതിൻ്റെ സഞ്ചാരി അല്ലെങ്കിൽ അതിൻ്റെ സാരഥി നന്നായി ശ്രദ്ധയോടുകൂടി പോകേണ്ട വഴിക്ക് അതിനെ നിയന്ത്രിച്ച് കടിഞ്ഞാൻ പിടിച്ച് കൊണ്ടുപോയാൽ പിന്നീട് അതിന് ശീലമായി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കാരൻ കിടന്നുറങ്ങിയാലും അതിന് റോഡ് നല്ല പരിചയമാണ്. അത് അപകടം കൂടാതെ വഴി തെറ്റാതെ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും. ആ അഭ്യാസക്രമമാണ് നമുക്ക് വേണ്ടത്. അപ്രകാരം നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുകിൽ കർമ്മങ്ങൾ ശുദ്ധം നിഷ്കാമമായി വരും. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവുകിൽ ചേരും ഉപാസന വേണ്ട പോൽ ശുദ്ധമായി. ഒന്നാലോചിച്ച് നോക്കൂ, നിത്യാഭ്യാസം ഇതിനാവശ്യമാണ്. വെറുതെ ആർക്കും ഒന്നും ലഭിക്കുകയില്ല. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുകിൽ, നമ്മുടെ അന്ധക്കരണത്തെ ശുദ്ധമാക്കുകയാണെങ്കിൽ കർമ്മങ്ങൾ ശുദ്ധം നിഷ്കാമമായി വരും. കർമ്മങ്ങളൊക്കെ ശുദ്ധവുമാവും നിഷ്കാമമായി വരും. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ കർമ്മത്തിന് കൂലി ചോദിക്കും. ഒരു കുട്ടി അമ്മയോട് പറയുകയാണ്, കടയിൽ പോയതിന് അവൻ ഒരു ലിസ്റ്റ് എഴുതി. 50 രൂപ അവൻ അന്ന് അമ്മ പറഞ്ഞ പടിക്ക് വില എഴുതിയിരിക്കുന്നു. പീടികയിൽ പോയി കുറച്ച് ഉപ്പ് വാങ്ങിക്കൊണ്ടുവന്നതിന് 10 രൂപ. കഞ്ഞി കുടിക്കാൻ ഒരു പ്ലാവില കൊണ്ടുവന്നതിന് 10 രൂപ. അതുപോലെ അവൻ്റെ ഉടുപ്പ് അലക്കാൻ വേണ്ടി അലക്ക് കല്ലിലൊന്ന് കൊണ്ടുപോയിടാൻ 10 രൂപ. ഇങ്ങനെ അവരാകെ കൂട്ടി, അമ്മേ ഇന്ന് എനിക്ക് ഇത്രയും പൈസ വേണം, ഞാൻ ഇത്രയും പണിയെടുത്തിട്ടുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ അമ്മ ആ ലിസ്റ്റൊന്ന് നോക്കിയിട്ടൊന്ന് ചിരിച്ചു. അല്ല മോനെ, നിനക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിത്ര വയസ്സായി. എന്നാൽ ഈ വയസ്സാകുന്നത് വരെ നിനക്ക് ഒരു ഫലവും ഇച്ഛിച്ചിട്ടല്ലല്ലോ ഞാൻ ചോറ് വെച്ച് വിളമ്പിത്തരുന്നത്. അതുപോലെ നീ എൻ്റെ മടിയിൽ കിടക്കുന്ന സമയത്ത്, നിനക്ക് എണീറ്റ് നടക്കാൻ വയ്യാത്ത കാലത്ത് നിന്നെ പാലൂട്ടിയില്ലേ? ആ പാലിന് നീ എത്രയാ വില കൂട്ടുക? ഇപ്പോഴും നിനക്ക് തരുന്ന ചായയ്ക്കും കടിക്കും ചോറിനുമെല്ലാം എത്ര ഞാൻ ലിസ്റ്റ് എഴുതണം എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ കുട്ടി തെല്ലൊന്ന് ആലോചിച്ചു. ശരിയല്ലേ അമ്മ പറയുന്നത്? അമ്മ എത്ര പണിയെടുക്കുന്നു അടുക്കളയിൽ, ആരാതിന് കൂലി കൊടുക്കുന്നത്? വാസ്തവത്തിൽ 4 മണിക്ക് അമ്മ എഴുന്നേൽക്കും. എന്നിട്ട് അമ്മ ചെയ്യുന്ന ജോലിക്ക് ആരും കൂലി കൊടുക്കുന്നത് കാണുന്നില്ലല്ലോ. ഞാനൊരു ചെറിയ പണി ചെയ്തപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ലിസ്റ്റ് എഴുതാൻ പാടുള്ളതാണോ എന്ന് ആ കുട്ടി സ്വയം വിലയിരുത്തി ലിസ്റ്റ് വലിച്ചെറിഞ്ഞ് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ക്ഷമിക്കണം, എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ആ അമ്മയല്ലാതെ എനിക്ക് ഇത് പറഞ്ഞു തരാൻ വേറെ ആരാണുള്ളത് എന്ന് പറഞ്ഞ് ആ അമ്മയെ മകൻ കെട്ടിപ്പിടിച്ചു. അമ്മ മകൻ്റെ നെറുകയിൽ ഒരു ചുംബനവും കൊടുത്തു. ആ കുട്ടി നന്നാവാനുള്ളവനാണ്. ആ അമ്മ അവന് അത്തരത്തിലുള്ള ഒരു ഉപദേശം കൊടുത്തതുകൊണ്ട് നിഷ്കാമ കർമ്മത്തിൻ്റെ മഹത്വം ആ കുട്ടി മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ അത് പ്രായോഗികവും ആക്കും. ഇപ്രകാരത്തിലായിരിക്കണം അമ്മമാർ ചെയ്യേണ്ടത്. ഉടനെ ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ 50 ഉറുപ്പ്യ തരണം എന്ന് പറയുമ്പോൾ വടിയെടുത്തിട്ട് കുട്ടിയെ ആട്ടി ഓടിച്ച് വിടുകയല്ല വേണ്ടത്, നിനക്ക് പൈസ വേണമല്ലേ എന്ന് പറഞ്ഞ്
അടിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഈ ചിത്തശുദ്ധി എങ്ങനെ വരും? അമ്മ കാര്യകാരണ സഹിതം ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തപ്പോൾ ആ കുട്ടിയിൽ മാനസാന്തരം വരുന്നു. അതുപോലെയാവണം അമ്മമാർ മക്കളോടുള്ള പെരുമാറ്റം. എങ്കിൽ മാത്രമേ കുട്ടികൾ നന്നാവുകയുള്ളൂ. നമ്മുടെ കുട്ടികൾ കേടുവരുന്നതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുക, കർമ്മങ്ങൾ ശുദ്ധം നിഷ്കാമമായി വരും. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവുക, ചേരും ഉപാസന വേണ്ട പോൽ ശുദ്ധമായി. നമ്മുടെ ഉപാസന ശുദ്ധമാകുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തിയായിരിക്കും നമുക്ക് അനുഭവമാവുക. ആത്മജ്ഞാനം അത്തരം മനസ്സിൽ ഉദയം ചെയ്യുന്നതായിരിക്കും. അതിനാൽ ഈ സുഭാഷിത രത്നങ്ങളെല്ലാം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് വാസ്തവത്തിൽ കൂടെയുള്ളൂ. ബാക്കി ഒന്നും നമ്മുടെ കൂടെ വരില്ല. ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും ഉണ്ടാകും. ഇത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അങ്കിതമായി കഴിഞ്ഞാൽ അത് അടുത്ത ശരീരം കിട്ടുമ്പോൾ ഈ അറിവായിരിക്കും ആദ്യം ഉദയം ചെയ്യുക. അതിനാൽ ഇപ്പോഴേ നമ്മൾ അല്പം നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് മഹത്തായ ഫലത്തെ തരുന്നതാണ്. കൂടുതൽ അറിയാനുള്ള ത്വരയുണ്ടാകും. അതിന് പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിക്കും. ആ സ്ഥലങ്ങളിൽ എത്തപ്പെടും. അതവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. അതാണ് ചിലർക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. ചിലർക്ക് എത്ര കേട്ടാലും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ചിലർക്ക് ഇതിലൊന്നും ഒട്ടും താല്പര്യവുമില്ല. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത എത്രയോ ആളുകളുണ്ട്. വിപരീതമായ അറിവാണ് അവരിലുള്ളത്. ഇതൊക്കെ വെറും അമ്പക്കാട്, അതായത് ഇതൊക്കെ വെറുതെ പറയുകയാണ്, ഇതിലൊന്നും ഒരു സത്യവുമില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അതിനാൽ ഇതൊക്കെ സത്യമായി ഭവിക്കണമെങ്കിൽ നമ്മൾ ആ അഭ്യാസത്തിൻ്റെ പടവുകൾ കയറിയേ പറ്റൂ. അത് നമ്മൾ ശീലിക്കുക തന്നെ വേണം. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുക, കർമ്മങ്ങൾ ശുദ്ധം നിഷ്കാമമായി വരും. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവുക, ചേരും ഉപാസന വേണ്ട പോൽ ശുദ്ധമായി.